എങ്കിലും നിലവിലൊരവസ്ഥയിൽ മനസ്സിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ എല്ലാം വേണ്ട എന്നാണ്? ഇല്ല, എനിക്ക് സ്വരാജിനെ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് ഇന്ന ആൾക്കാർ ജയിക്കണമെന്നൊന്നുമില്ല, എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടമാണ്, അത്ര തന്നെ. സ്വരാജിന് ഇഷ്ടമാണ്. ആരാണ് സംസാരിച്ചത് എന്നതിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. ഇപ്പോൾ യുവമനസ്സുകളിൽ തരംഗമായി നിൽക്കുന്ന വേടന്റെ വാക്കുകളാണ്. അദ്ദേഹം എം സ്വരാജിനോടൊപ്പമാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇത് മാത്രമല്ല, ഇന്ന് നടന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ, 4-5 രാഷ്ട്രീയ സംഭവങ്ങൾ, അതെല്ലാം UDF എതിരാണ്, LDF അനുകൂലമാണ്. അതിലൊന്നാമത്തേതാണ് വേടന്റെ പിന്തുണ. വേടൻ അടുത്ത കാലങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വേടന്റെ പരിപാടികളിൽ എത്തുന്ന 10,000-കണക്കിന് ആളുകൾ അതെല്ലാം ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരുടെ മനസ്സിൽ ഹീറോ ആയി വേടൻ മാറിയിട്ടുണ്ട്. ആ വേടൻ എം സ്വരാജിനെ പിന്തുണച്ചുകൊണ്ട് എം സ്വരാജിനെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് യുവതലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് വേടന്റെ വാക്കുകൾ പ്രേക്ഷകർക്ക് ആദ്യം കേൾപ്പിച്ചത്. ഇനി മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഏതാണ് എന്ന് നോക്കാം. അത് മറ്റൊന്നുമല്ല, ശശി തരൂരിന്റെ അതൃപ്തിയാണ്. ശശി തരൂർ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത്. വോട്ടെടുപ്പ് ദിവസം തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തി അത് പരസ്യമായി രേഖപ്പെടുത്തി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നിലമ്പൂരിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ ആരും വിളിച്ചില്ല, ഒരു മിസ് കോൾ പോലും തന്നില്ല, ഒരു മെസ്സേജ് പോലും തന്നില്ല. എവിടെയാണ് പരിപാടി എന്നറിയണ്ടേ, എങ്കിലല്ലേ പങ്കെടുക്കാൻ കഴിയൂ എന്നാണ് ശശി തരൂർ ചോദിച്ചത്. ആ വാക്ക് കേൾക്കാം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതെ, താങ്കൾ പ്രചാരണ ഘട്ടത്തിൽ അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അത് ക്ഷണിക്കാഞ്ഞിട്ടാണോ അതോ പോകാനോ? അത് എന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന് സത്യം തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, 16 ദിവസം ഞാൻ അന്താരാഷ്ട്രീയ ഒരു സഞ്ചാരത്തിലായിരുന്നു. അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് സംഭവിച്ചത്. പക്ഷേ പിന്നെ ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്ന ശേഷം കാണണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി. വീണ്ടും ശശി തരൂരിന്റെ വാക്കുകളാണ്. അദ്ദേഹം പരസ്യമായി അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആരും ഒരു മെസ്സേജോ മിസ് കോളോ പോലും എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നു ശശി തരൂർ. കോൺഗ്രസിനകത്ത് ഐക്യമില്ല എന്ന് വിളിച്ചു പറയുന്നതാണ് ശശി തരൂരിന്റെ വാക്കുകൾ. ശശി തരൂരിനെ പോലെ ലോകം അംഗീകരിച്ച ഒരാളെ, ഒരു നേതാവിനെ ഒഴിവാക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ശശി തരൂരിന്റെ വാക്കുകൾ. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF സംബന്ധിച്ച് അത് ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മണ്ഡലത്തിൽ ഏറ്റവും പ്രബലമായ മുസ്ലിം വിഭാഗം 42-43% വോട്ടർമാരാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത്. അതിൽ ശക്തമായ ഒരു വിഭാഗമാണ് കാന്തപുരം AP വിഭാഗം. കാന്തപുരം AP വിഭാഗം ഔദ്യോഗികമായി അവരുടെ മുഖപത്രത്തിൽ ലേഖനത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെ നിശിതമായി വിമർശിച്ചിരിക്കുന്നു. കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ AP വിഭാഗം UDFനോടൊപ്പമല്ല എന്ന് വ്യക്തമായും പരസ്യമായി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. സിറാജിൽ എഴുതിയ ലേഖനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: മതരാഷ്ട്രവാദമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയോ. ഇതാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. അതിനുശേഷം പറയുന്നു, ഇന്ത്യയിൽ മൗദൂദി വോട്ടിന്റെ എണ്ണം എത്ര, മതരാഷ്ട്രത്തിലേക്കുള്ള ദൂരം എത്ര. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം ഉപേക്ഷിക്കുകയല്ല, കൂടുതൽ വീര്യപൂർവ്വം ലക്ഷ്യത്തെ ലാക്കാക്കി മുന്നോട്ട് കുതിക്കുകയാണ്. മതരാഷ്ട്രവാദം കഴിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി വട്ടപൂജ്യമാകും. അത് മറ്റാരേക്കാളും അറിയുന്നത് അവർക്ക് തന്നെയാണ്. മതേതരത്വം വിളമ്പുന്ന രാഷ്ട്രീയ നേതാക്കൾ മാത്രം അത് അറിയാതെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. മാളിയേക്കൽ സുലൈമാൻ സഖാഫിയാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. ലേഖനത്തിന്റെ ആദ്യ പാരഗ്രാഫ് തന്നെ കോൺഗ്രസിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. 1970 മെയ് 28 ന്യൂഡൽഹിയിൽ ചേർന്ന AICC സമ്മേളനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കൊണ്ടുവന്ന പ്രമേയത്തിന്റെ ഏകദേശ ഉള്ളടക്കം മൗദൂദികൾ തന്നെ പ്രസിദ്ധീകരിച്ചത് ഇങ്ങനെ വായിക്കാം. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ പ്രസിദ്ധീകരിച്ചത് ഇങ്ങനെ വായിക്കാം. ഒന്ന്, RSSനെ പോലെ തന്നെ ജമാഅത്തും ഒരു അർദ്ധ സൈനിക സംഘടനയാണ്.
2, കോൺഗ്രസിന്റെ വിഭാവന പ്രകാരം സെക്യുലർ സമൂഹത്തിൽ ജീവിക്കാൻ ജമാഅത്തിന് അവകാശമില്ല. 3, ജമാഅത്തെ ഇസ്ലാമി വർഗീയ ആക്രമണത്തിന്റെയും വിദ്വേഷത്തിന്റെയും വികാരങ്ങളെ ഇളക്കി വിടുന്നു. ജമാഅത്തെ ഇസ്ലാമി 50ാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് എങ്ങനെയാണ് 1970 ഞങ്ങളെ വിലയിരുത്തിയത് എന്ന്. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് ഇപ്പോൾ കൂട്ടുകൂടിയിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം AP വിഭാഗം രൂക്ഷമായി വിമർശിക്കുന്നു കോൺഗ്രസിനെയും UDF-നെയും. എന്താണ് കാന്തപുരം AP വിഭാഗത്തിന്റെ മനസ്സിലുള്ളത്? അവിടെ വോട്ട് എവിടെയായിരിക്കും, അത് ആർക്കാണ് തിരിച്ചടിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതാണ് ഈ ലേഖനം വിളിച്ചു പറയുന്നത്. ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് നിലമ്പൂരിലെ വികാരമാണ് VV പ്രകാശ് എന്ന കോൺഗ്രസ് നേതാവ്. അദ്ദേഹം മരിച്ചുപോയി. കഴിഞ്ഞ തവണ അദ്ദേഹമാണ് മത്സരിച്ചത്. PV അൻവറിനോട് 2700 വോട്ടിന് മാത്രം തോറ്റുപോയ VV പ്രകാശ്. അദ്ദേഹം തോറ്റതല്ല, അദ്ദേഹത്തെ തോൽപ്പിക്കുകയാണ് ആര്യടൻ ഷൗക്കത്ത് ചെയ്തത് എന്ന വികാരം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ തന്നെയുണ്ട്. അത് അവർ പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും VV പ്രകാശിന്റെ കുടുംബം. അവർ വോട്ട് ചെയ്യാൻ വരും, കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന് വിശ്വസിച്ച് നിന്നിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് VV പ്രകാശിന്റെ കുടുംബം. VV പ്രകാശിന്റെ ഭാര്യ വോട്ട് ചെയ്യാൻ എത്തില്ല എന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന വിവരം. അവർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. വോട്ട് ചെയ്യാൻ വരുമോ ഇല്ലയോ എന്നത് അനിശ്ചിതത്വം നിൽക്കുന്നു. അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ. അതിനിടയിലാണ് VV പ്രകാശിന്റെ മകൾ നന്ദന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. VV പ്രകാശിന്റെ ഫോട്ടോ വെച്ച് അച്ഛനില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്, ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അത് ഓർമ്മപ്പെടുത്തുകയാണ്, കോൺഗ്രസ് പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ അച്ഛൻ മരിക്കാനിടയായ കാരണങ്ങളിൽ ഒന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമാണ്. പരാജയമല്ല അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചത്, അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെയാണ്. വിരൽ ചൂണ്ടുന്നത്, നന്ദന പ്രകാശ് വിരൽ ചൂണ്ടുന്നത് ആരിലേക്കാണ് എന്ന് വ്യക്തമാണ്. അത് മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് നടന്ന നിലമ്പൂരിനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ, 4 രാഷ്ട്രീയ സംഭവങ്ങൾ, അതെല്ലാം UDF-ന് എതിരാണ് എന്നർത്ഥം. അതിനോടൊപ്പമാണ് V ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നത്. വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. V ശിവൻകുട്ടി അദ്ദേഹം രാജ്ഭവനിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന ഔദ്യോഗിക പരിപാടിയാണ്. ഔദ്യോഗിക പരിപാടിയിൽ RSSന്റെ ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കുന്ന രംഗം കണ്ട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി അദ്ദേഹം ഇറങ്ങി വരുന്നു, ബഹിഷ്കരിക്കുന്നു പരിപാടിയിൽ പങ്കെടുക്കാതെ. അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ എല്ലാം UDF-ന് എതിരായി മാറുന്ന കാഴ്ച നമുക്ക് കാണാം. LDF-ന് M സ്വരാജിന് അനുകൂലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും നമുക്ക് കാണാം. ജനങ്ങൾ വിധി എഴുതാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം 23-ാം തീയതി അറിയാൻ കഴിയും. കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. വോട്ട് ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ രാഷ്ട്രീയ മനസ്സ്, വളരെ വലിയ രാഷ്ട്രീയ മനസ്സ് ഉള്ളവരാണ് നിലമ്പൂരിലെ ജനങ്ങൾ. രാഷ്ട്രീയം എന്താണ് എന്ന് അവരെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവരെല്ലാം ഇതൊക്കെ കണ്ടും കേട്ടും തന്നെയാണ് വോട്ട് ചെയ്യാൻ പോവുക എന്ന് നമുക്ക് വിശ്വസിക്കാം.